എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു, ഒരാൾ എവിക്റ്റഡ് ആയി. ആള് രഞ്ജിത്ത്, ഒരാള് പോരായിരുന്നു വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ പറ്റാത്ത പല ഈ കഴിഞ്ഞ സീസണും ഉണ്ടായിരുന്നു, ഇതേപോലെ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു. ഒരാഴ്ച ആയിക്കോട്ടെ, പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് അത് പറ്റില്ലായിരുന്നു. കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഈ പറയുന്ന പോലെ കുറെ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നമ്മൾ വീഡിയോ ചെയ്തു, പക്ഷെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയാനുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയാനുള്ള പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഒരാഴ്ച ആയുള്ളൂ, ഒരാഴ്ച കൊണ്ട് ഒരു കോണ്ടസ്റ്റന്റിനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പാടായി. പുള്ളിക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള 100 ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാവും ഇല്ല. പിന്നെ അപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എവിക്റ്റഡ് ആവേണ്ടവർ എവിക്റ്റഡ് ആവും, ഗെയിമുകൾ കൊടുക്കുന്നുണ്ട്, അതിന് കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിക്റ്റഡ് ആവണം, അവർക്ക് അതിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും അവരത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തോന്നാലും അത് പുറത്താവും. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അപ്പൊ നിങ്ങൾ പറയുന്നത് ആ ഒരു ഇത്രയും കണ്ടസ്റ്റന്റിൽ ആദ്യം പുറത്താവേണ്ട ആള് പുള്ളി തന്നെയായിരുന്നു. പുള്ളി തന്നെയായിരുന്നു. കാരണം ബാക്കി എല്ലാവരും ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനേക്കാ അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുള്ള ആ മൊത്തം കണ്ടസ്റ്റന്റും പുള്ളിനെ പോലെ തന്നെയായിരുന്നു. അല്ല വെറുതെ കൊണ്ടുവന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന പോലുമല്ല ആക്റ്റീവ്. പുള്ളിക്ക് അതിന്റെ സംഭവം പഠിച്ചു വരുമ്പോഴത്തേക്കും പുള്ളി പോയി. കഴിഞ്ഞ സീസണിൽ 2 ആഴ്ച ഇതിന്റെ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ സീസണിൽ വെച്ച് അല്ല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോ കഴിഞ്ഞ സീസണിൽ വന്നവർക്ക് കളിക്കാൻ പോലും ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. സ്ട്രാറ്റജി ആണെങ്കിലോ ബിഗ് ബോസ് സ്ട്രാറ്റജി ആണെങ്കിലോ കാരണം പുള്ളി ഗെയിം ഇങ്ങനെയാണെന്ന് കണ്ടിട്ട് പുള്ളിന് ജസ്റ്റ് എൻട്രി കൊടുക്കണെങ്കിലോ ഇതൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഇവരുടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. ജനങ്ങൾ എന്തൊന്നും വിഡ്ഢികളാക്കുന്നു. ഇതിൽ ഗെയിമുകൾ കംപ്ലീറ്റ് അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പകുതി ഗെയിം കഴിഞ്ഞ വെച്ചാൽ സായി, ഒരു പിണ്ണാക്കുറി, നമ്മളത്തെ പൂജ, പിന്നെ നന്ദന, ഇവരൊക്കെ കയറി വന്നാൽ പിന്നെ എങ്ങനെയാണ് അപ്പൊ അവർ എത്ര ദിവസം കളിച്ചുകൊണ്ടിരുന്നവർ പുറത്തുനിന്നുള്ള ഗെയിം കണ്ടോണ്ട് കയറി വന്നവരൊക്കെ എന്തായിരുന്നു? അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗെയിം എന്ന് വെച്ചാൽ ഗെയിം തന്നെയാണ്. അതിലൊക്കെ ചെയ്തു വരണോന്നേ, അതല്ല അതിന്റെ അടിപൊളി. അല്ലാതെ ഒരു രസമില്ലാത്ത സിനിമ ഇത് കണ്ടിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരുന്ന് കറിയുന്ന സുരേണോ സുധിയും അനുമോളും ഒക്കെ എന്തിനാ വെറുതെ വെച്ചോണ്ടിരിക്കുന്നത്? അവരെയൊക്കെ രേണുസുതി ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് റൗണ്ട് തന്നെ പോകുന്ന വീഡിയോ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലാലേട്ടൻ ചോദിച്ചല്ലോ, എനിക്കതിന് മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്കാരത്തി ഈ പറഞ്ഞ പോലെ എനിക്ക് അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ഓരോരുത്തർക്ക് PR വർക്കിന് കാശ് കൊടുത്ത് നിൽക്കാൻ ഫസ്റ്റ് ആഴ്ച തന്നെ പുള്ളിക്കാരത്തി പുറത്ത് പോകുന്നു. പുള്ളിക്കാരത്തിന് ഉറപ്പുണ്ടായി. കാരണം അത്ര ഹൈറ്റേഴ്സ് പുള്ളിക്കാരത്തിനെ കമന്റിലാണെങ്കിലും എല്ലായിടത്തും ചീത്ത പറഞ്ഞ് നശിപ്പിച്ചിട്ടേക്കുന്നതാണ്. ആ പുള്ളിക്കാരത്തി വരുന്നത് ഓഡിയൻസ് വിചാരിച്ചിട്ടല്ല, പിന്നെ ആര് വിചാരിച്ചിട്ടോ അവിടെ തരുന്ന ടാസ്കുകള് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടാണ് എവിക്ഷനിൽ വരുന്നത്. എവിക്ഷനിൽ വന്നതിന് ശേഷമാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് അവരെ വേണോ വേണ്ടോ എന്ന് നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഒന്നും പോയില്ല. എങ്ങോട്ട് പോയില്ല? പുറത്തു പോയില്ല. രഞ്ജിത്ത് മാത്രം പോയതുകൊണ്ടോ? വോട്ടുണ്ടായിരുന്നില്ല. അതല്ലേ പറഞ്ഞത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ ഏറ്റവും കൂടുതൽ PR വർക്ക് രഞ്ജിത്തിന് അവരുടെ ക്യാഷ് ഉണ്ട്. അതിനോടല്ല അതുപോലെ തന്നെ പുള്ളി ഒരു എന്താ പറയാ അത്യാവശ്യം ഒരു ഹേറ്റേഴ്സിലത്തെ മെമ്പറാണ്. ആ ഒരു വീഡിയോ രേണുസുധിയുടെ ആ ഒരു വീഡിയോ വന്നപ്പോ തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു പക്ക PR വർക്കാണെന്ന്. രേണുസുധിയുടെ ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോ രേണുസുധി അത് ചെയ്തു വെച്ചിട്ടുള്ള ആളാണെങ്കിൽ എന്റെ കസിനാണ് ചെയ്യിപ്പിച്ചതാണ്, ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് വേണ്ടെന്ന് പറഞ്ഞതാണ്, എന്റെ ഫ്ലൈറ്റ് പോകേണ്ടതായിരുന്നു, ഞാൻ ആ ധൃതി പിടിച്ച് ചെയ്തതാണ്. ഈ പുള്ളിക്കാരി എല്ലാ ആഴ്ചത്തേക്കും എടുത്തു വെച്ചിട്ടുണ്ട്. എടോ ചെയ്യട്ടോ, രേണുസുധി ചെയ്യട്ടെ PR വർക്ക്. വളരെ മോശമാണ്. മോശം. ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പുള്ളിക്ക് താല്പര്യമില്ല. ആള് വരെ പറഞ്ഞത്, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണ് പറഞ്ഞത്, രേണുസുധി ചെയ്തത് പക്ക പോക്കിരിത്തരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാവരും ചെയ്യുന്നത് നല്ല കാര്യം. അനുമോളുടെ വന്നിട്ടുണ്ട്. ചിലവർ പല സ്ട്രാറ്റജി എടുക്കും. ആ സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്യണമെന്നുണ്ടോ? ചോദിച്ച പോലെ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ ഞങ്ങളെ പൊട്ടന്മാരാക്കാണെന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണതെല്ലാം ശരിയാവണമെന്നുണ്ടോ? അതിന് ശരിയെന്ന് പറയണമെന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾക്ക് ശരിയൊന്നും കാര്യം മാത്രം ബിഗ് ബോസ് ചെയ്യാൻ പാടുള്ളൂ. ബിഗ് ബോസ് തന്നെയാണ്, ബിഗ് ബോസിലെ ലാലേട്ടൻ തന്നെയാണ് ചോദിച്ചത്, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ശരിയല്ലെങ്കിൽ സോറി പറയും. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അവള് ഗെയിം സ്ട്രാറ്റജി അവൾക്ക് പറ്റില്ല, അവൾക്ക് അവളുടെ ഗെയിം സ്ട്രാറ്റജി അതുള്ളൂ, അവളത് ചെയ്തു, അതിന് തെറ്റെന്നുള്ള പുറത്തുനിന്ന് കാശ് കൊടുത്ത് പിന്നെ അവളുടെ ഒരു വീഡിയോ എടുത്ത് അവളുടെ പോസ്റ്റ് ചെയ്തതാണ് PR വർക്ക്. എന്ത് PR വർക്ക്? അതിപ്പോ ആർക്കും ചെയ്തോണ്ടോ എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്തില്ല. ഫസ്റ്റ് എവിക്ഷനിൽ പുറത്തു അത്രയ്ക്ക് ഹേറ്റേഴ്സ് അവൾക്ക് ഉണ്ടായത്. അവൾക്ക് ചെയ്തുകൂടെ? ഞാൻ എന്റേതായ രീതി ചെയ്യും. നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റായെന്ന് തോന്നുന്നത്. അവൾക്ക് ശരിയാണെന്ന് തോന്നി. അവള് വിചാരിച്ചു ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ അവള് ഇതിൽ വരും, അവള് പുറത്തു പോകുന്ന അവള് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഹേറ്റേഴ്സ് അവളെ
ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എവിക്ഷനിൽ വന്നില്ലായിരുന്നു ആ വീഡിയോ വരുമോ? എവിക്ഷനിൽ വരികയാണെങ്കിൽ റൂം ബട്ടാക്കി ഇട്ടേക്കണേ. ഏതായാലും ഈ രേണുസുതി മാന്ത്രികം കാണിച്ചിട്ടൊന്നായിരിക്കില്ല. ഇവർക്ക് എല്ലാവരും പോകുമ്പോ തന്നെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റ് ഇപ്പൊ ഇതില് എല്ലാ ആളുകളും ഇത് പറഞ്ഞ പോലെ തന്നെ എന്തോരം പോസ്റ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളെ കണ്ട് സംസാരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നേക്കുന്ന എത്ര പേരുണ്ടാവും? ഇവർക്ക് മൊത്തം ഗെയിം ആണെങ്കിലോ? അപ്പൊ അതൊന്നും അകത്തുള്ള പ്ലാനിങ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ പുറത്ത്, അതായത് ആ വീട്ടിനുള്ളിൽ നിൽക്കുന്ന അപ്പൊ അവരെന്താ വീഡിയോ സെർച്ചിങ്ങിനൊക്കെ വിട്ടുണ്ടായിരുന്നു. സെർച്ചിങ്ങിന് വിട്ട് എന്ന് കരുതിയിട്ട് എന്താണ് പ്രശ്നം? അവള് ചെയ്ത് തെറ്റാണെങ്കിൽ ആ പറയുന്ന തെറ്റല്ല, എനിക്ക് തോന്നുന്നില്ല തെറ്റാണെന്ന്. അവള് ജയിക്കാനുള്ള പരമാവധി ഗെയിമുകൾ കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ജയിക്കാനുള്ള കളികളാണ്. ജയിക്കാനുള്ള കളി കളിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവർക്ക് രേണുസുതി എന്ന് പറഞ്ഞ ഒരാള് രേണുസുതി എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും വിഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തില്ലല്ലോ. ഇപ്പൊ അനുമോളും രേണുസുതി പിന്നെ ലാലേട്ടൻ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഇത് വേറെ ആരെങ്കിലും ഇതേപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ പൊക്കണം പറയണം. പക്ഷെ ഒരാൾ പോലും പറഞ്ഞില്ല. പക്ഷെ ഇന്നലെ വന്നേക്ക അനുമോളുടെ വീഡിയോ. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയാമോ, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്, അതിന് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മറ്റവനൊക്കെ കിടന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ആ പെണ്ണിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ഇല്ലേ? സിദ്ദിഖ് അക്ബർ എന്ന് പറഞ്ഞ ഒരുത്തൻ നല്ല പാട്ടുകാരനാണ്, അവന്റെ നോട്ടം ശരിയല്ല എന്നും പറഞ്ഞു കുറെ ആളുകൾ അതെന്താ മാറ്റി പറയണെന്താ? അത് മാറ്റി അത്രേ ഉള്ളൂ. ഗെയിമാണ് ഇതെല്ലാം. ഇവരെല്ലാം കൂടി സംസാരിച്ചു പ്രത്യക്ഷത്തിൽ അത് കണ്ട് എന്ന് വരുമ്പോ ഇവരെല്ലാവരും മാറ്റി പറയുന്നു. അപ്പൊ അത് ഗെയിം അല്ലേ? പറഞ്ഞത് അവിടെ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞത്, അപ്പൊ തെറ്റല്ലേ? അപ്പൊ അത്രയും അടിപൊളിയായിട്ട് നിൽക്കുന്ന അനീഷ് എന്നൊക്കെ പറയുന്ന ഒരാള് അവന്റെ ഗെയിം സ്ട്രാറ്റജി എന്ത് പിണ്ണാക്കാന്ന് അറിയാമോ? പിന്നാക്കല്ല, ഇത് മുമ്പ് ഒരാൾ ചെയ്തിട്ടുള്ളതാ. അതെന്നെ പറഞ്ഞത്. പക്ഷേ ഒറ്റപ്പെട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു രജിത് കുമാറിന്. പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു, അയാൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നു. രജിത് കുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇവൻ എന്ത് ഉണ്ടാവുമായിരിക്കും ഉണ്ടാവും, പക്ഷെ അവൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ജയറാമേട്ടനെ ഒരു റിയാലിറ്റി ഷോയിൽ രക്ഷിച്ചിട്ടുള്ള ആളാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജയറാമേട്ടനും ഇല്ലല്ലോ ഇപ്പോൾ രക്ഷിക്കാനായിട്ട്, തിരിച്ച് രക്ഷിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവൻ കണ്ടസ്റ്റന്റ് അവൻ പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഇറിറ്റേഷനാണ്. എനിക്ക് തോന്നുന്നു അവനെ ഫോക്കസ് ചെയ്താൽ ശരിക്കും അവൻ ചെയ്യുന്ന ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന രീതികളൊക്കെ എന്ത് രസമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് അറിയാമോ? അവൻ പൊളിക്കല്ലേട്ട് പുള്ളിയുടെ ഫാനല്ല, അവൻ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞ ആൾക്കാരല്ല. ഇവന് പറയല്ലേ. പിന്നെ അവന്റെ ഇത് എല്ലാവർക്കും ഇപ്പോ രജനീകാന്തിന്റെ സ്റ്റൈലായിട്ട് കാര്യം പറയാൻ പറ്റുമെന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവൻ പറയട്ടെ. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. അവന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പൊളിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അവന്റെ ഇത് കണ്ടിട്ട് ദേഷ്യം കയറണില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് തന്നെ അവന്റെ ഒരു കാട്ടായവും എല്ലാം കണ്ടിട്ട് അവൻ 4 വർഷം ഇതിനൊക്കെ ഒരു 6 വർഷമായിട്ട് ജോലി ലീവ് എടുത്തേക്കാണ് ഇതിന് വേണ്ടിയിട്ട്. അവൻ അതിനെക്കുറിച്ച് പഠിച്ച് ഓരോരുത്തരും എന്താ ചെയ്യണ്ടേ. പക്ഷെ അവന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് അവനെ പൊളിയാണ് ഇല്ലേ? എന്താണ് അവന്റെ അടുത്ത നീക്കങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പുള്ളി ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ ക്യാപ്റ്റൻ സ്ഥാനം പോയി. ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ എവിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ എവിക്ഷൻ ആവും? അവൻ എവിക്ഷനിലേക്ക് വരാൻ കാര്യം എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും റെക്കമെൻഡ് ചെയ്താൽ മതിയല്ലോ. വിചാരിച്ചു ഒരാളല്ല, ബാക്കി 17 പേര് അതിലുള്ള ആളുകൾ വോട്ട് ചെയ്തു. പക്ഷെ എവിക്ഷനിൽ വന്ന് പിന്നെ ജനങ്ങളുടെ കയ്യിലാണ്. അതാ വോട്ട് എന്ന് പറഞ്ഞ സാധനം അത് വന്നു കഴിഞ്ഞാലാണ് ഇവന്റെ കാര്യം. പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ വേറൊരു ടൈപ്പ് ഇതാണ്. അതായത് എന്താ പറയാ, നമ്മളൊക്കെ നമ്മുടെ ഈ ഒരു ഉപദ്രവിക്കുക എന്നുള്ളതല്ല, അവൻ ഇഞ്ചിഞ്ചായിട്ട് ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ഐറ്റമായി. പക്ഷെ അവന്റെ പ്രവർത്തികൾ നമുക്ക് കാണുമ്പോൾ തന്നെ പൊളിയാണ്. അപ്പൊ ബിഗ് ബോസ് എനിക്ക് ബിഗ് ബോസ് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അവൻ നിൽക്കും. അവൻ നിൽക്കാനുള്ള പരിപാടിയൊക്കെ അവന്റെ കയ്യിൽ ഉണ്ടാവും. അവൻ എന്തെങ്കിലും സാധനം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ബിഗ് ബോസ് സീസൺ 7 നിർത്താൻ പോവാണ്. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അങ്ങനെ ഒരു പരിപാടി നിർത്തി പോവാതെ അതിൽ പരിപാടി ആയിരിക്കും. അല്ല, അത് ഇപ്പൊ 7ന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്. ഒരു ഡോഗ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ രേണുസുതി ഇപ്പൊ എന്താ രേണുസുതിയുടെ മറ്റേ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അക്ബർ വിളിച്ച കാര്യം ഡോക്ടർ ഇല്ല എന്നും പറഞ്ഞ ഷാനവാസ് പിന്നെ തമാശ കളിക്കുന്നു. പിന്നെ അവനെ അപ്പാനിശത്ത്
അപ്പനിഷത്ത് സത്യം പറഞ്ഞ എന്താണ് അപ്പനിഷത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമില്ല. അപ്പാനി തന്നെ ആയിട്ട് ജീവിക്കുകയാണ് സിനിമയിൽ. അങ്കമാലി ഡയറീസിൽ എന്തായിരുന്നു അപ്പാനിഷത്ത്? ഞാൻ അവിടെ ഇരുന്ന് തീയായിരുന്നു, പുകയായിരുന്നു പറയാൻ നിൽക്കുക. പക്ഷെ അപ്പാനിഷത്തിന് കുറെ തവണ എന്താ പറയാ ആ രീതിയിൽ ഇത് വിട്ടു നമ്മുടെ അനുമോള്. 2-3 തവണ പുള്ളിയുടെ കുറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പുള്ളി നാണം കെട്ട് പോകുന്നത്. എനിക്ക് ഇതിൽ ഒരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ജസേലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവള് നല്ലൊരു ഓരോ കാര്യങ്ങൾ അനുമോളിട്ട് പൊളിച്ച് ഓരോ കാര്യങ്ങളും അവള് പറയുന്നതിന് ബിഗ് ബോസിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ആയിക്കോട്ടെ. പക്ഷെ എന്നാൽ പോലും അവള് പറയുന്ന ഓരോ കാര്യത്തിന് ഓരോ എന്താ പറയാ ഒരു അടുക്കും ചിട്ടയായിട്ട് ഓരോ കാര്യത്തിനും മറുപടി കൊടുക്കുന്നതും ഓരോ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. പിന്നെ അവളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞവർക്ക് എന്റെ പൊന്നോ അവരൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് അവൻ പറയുന്നത്. മലയാളികൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അതിനൊക്കെ അക്ബറും എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? അക്ബറും പറഞ്ഞു തോന്നല്ലേ? അത് വേറൊരു കാര്യമാണ്, അത് നമ്മളിവിടെ എടുത്തിട്ട് ചിലപ്പോ അത് വേറെ വിവാദമായി. അല്ല അക്ബറൊക്കെ പിന്നെ മറ്റേ അഭിലാഷൊക്കെ അഭിലാഷിനെ പറ്റി ഞാൻ തുടക്കം മുതലേ പറയാം. നമ്മള് കോണ്ടസ്റ്റൻസിന്റെ ഇത് പറയുമ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണ് അഭിലാഷ് വളരെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അതൊരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും, അത് വലുതാക്കാൻ പറ്റും. ഈ പുള്ളി വലുതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിലാഷ് എല്ലാവർക്കും ഓരോ ഗെയിം സ്റ്റാർട്ട്. പക്ഷെ വേറെ ഒരു ഫീലിംഗ് ആയ ഒരു കാര്യം ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുന്ന കരുതിയിട്ടൊക്കെയാണ് നമ്മളോട് വന്നത്. പക്ഷെ അവർക്ക് ഗെയിം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു അവരായിരിക്കും അടുത്തായിട്ട് എവിക്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് മറ്റേ അവർക്ക് ഇപ്പൊ ഭയങ്കര ഫാൻ ഫോളോയിങ് വന്നു തുടങ്ങി. എങ്ങനെ ഈ അതിലേക്ക് നൂറേക്ക് എങ്ങനെ? ഒന്നാമത് അവരുടെ ആ ഒരു ലുക്ക് വെച്ചിട്ട് എന്ത് ലുക്ക്? അവരെന്ത് ലുക്കാണ് അവരെന്തെന്നാണ് കാണില്ല. എനിക്ക് ഞാൻ കാണുന്ന പോസ്റ്റുകളും റീൽസുകളും അവരുടെ ഒരു വരുന്ന ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വിഭാഗം യങ്സ്റ്റേഴ്സ് ഇപ്പൊ അവരെ ഫോളോ ചെയ്യുന്നു. യങ്സ്റ്റേഴ്സ് അവരെ ഫോളോ ചെയ്തിട്ട് എന്താ കാര്യം? അവര് ഈ പറയുന്ന ഒരു ഗെയിം, കാരണം അവർ രണ്ടുപേരും മറ്റേ എന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോ കരഞ്ഞു മെഴുകുന്നുണ്ട്. അത് എടോ ബിഗ് ബോസ് കളിക്കാൻ വന്നിരിക്കുന്നതാണ്. ആ വീട്ടുകാരെ പറഞ്ഞു ചിലപ്പോ എന്ത് സഹിക്കാൻ വേണ്ടി വരണം. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമാണ്. അതിലിപ്പോ ലാലേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോ ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങളിപ്പോ ഒരു ഡൈവോഴ്സ് ആയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില്. അപ്പൊ അത് കുത്തി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല കുത്തി ചോദിച്ചാൽ അത് പറഞ്ഞത് റിവീൽ ചെയ്ത് പോട്ടെ. താല്പര്യമില്ലാത്തവർ അല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു വയസ്സ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, നിങ്ങളത് പറയും. എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പറഞ്ഞ ഒരു കാര്യം, നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കുമ്പോ അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ 25 വയസ്സ് പറയോ 10 വയസ്സ് പറയോ 12 വയസ്സ് പറയുന്നത് എന്റെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ സത്യം മാത്രം പറയാമോ? അത് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം അത് ലാലേട്ടൻ പാടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഓപ്പോസിറ്റ് സംഭവം പറ്റും, ഗെയിമാണ്. ഈ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഗെയിം ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിൽ എല്ലാ ടൈപ്പ് ഗെയിമുകളുണ്ട്. ആ സമയത്ത് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുമായിരിക്കാം, ഡിസ്കഷൻ ഉണ്ടാവും, ഇതെല്ലാത്തിനും പോയിന്റ് ഉണ്ട്. ആ സമയത്ത് മാനസികമായിട്ട് ഓരോരുത്തർ തളർത്താനും ഓരോ കാര്യങ്ങൾ പറയാനും ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് പൊളിക്കും. ഇതൊക്കെ ബിഗ് ബോസ് പിന്നെ എന്തിനാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നത്? നമുക്ക് പല കുറവുകളുണ്ടാവും. ചിലപ്പോൾ നമ്മളതൊക്കെ ആ മൈൻഡ് ആ വരുന്ന അസ്ത്രങ്ങളെ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ട് വേണം പൊളിക്കാൻ. അതാണ് ഗെയിം. അല്ലാതെ ഒരാള് പറയുമ്പോൾ അയ്യോ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ അത് ഈ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് വേറൊരു ഗെയിം. രേണുസുതി റിയാലിറ്റി കിട്ടാൻ എല്ലാ ലോകത്തോടാണ് എല്ലാവരും മുമ്പിൽ വെച്ച് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും എല്ലാ വിഷമം ഉണ്ടാവില്ല. കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരും അവളുടെ ഈ പറയുന്ന കമന്റുകളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ നേരെ നോക്കിയിട്ട് അവളെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ആയിരിക്കും അത് എല്ലാ ഒരു റിയാലിറ്റി ഷോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ നേരെ നിൽക്കുന്ന സമയത്ത് രേണുസുധീനെ വിളിക്കുക, അല്ലെങ്കിൽ ഒരാളെ എത്രയോ മോശക്കാരായ ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ വിളിച്ചിട്ട് വയേഡ് ഉപയോഗിക്കുമ്പോൾ അത് അവൾക്ക് ഹേട്ട്. കാരണം ബാക്കിയുള്ള കമന്റിലും അവരും മുഖമറിയാത്ത ആൾക്കാരും മുഖമറിയുന്നവരും പെണ്ണുങ്ങളും എല്ലാം അവളെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നേർക്കെ ലാലേട്ടനും എല്ലാവരും അടങ്ങുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുക, ഇന്ത്യയുടെ ലോകത്തിന്റെ നാനാമത്തുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആയിരിക്കാം. ആ ഷോയിൽ പറയുമ്പോൾ ആർക്കാണ് വിഷമം വരാത്ത? അല്ല പക്ഷെ അതല്ല, ഇപ്പൊ രേണുസുധീനെ പറ്റി ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് പുറത്ത്. രേണുസുധീനെ മിക്കവാറും ലാലേട്ടൻ അറിയിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഒരു വീക്കില്. അതെങ്ങനെ അറിയിക്കും? അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തറിയിച്ചിട്ടുണ്ട്? ഇങ്ങനെ പല വിവാദങ്ങളും വരുമ്പോ ലാലേട്ടൻ അവിടെ പോയിട്ട് അതും ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ്.
ഇവിടെ പുറത്ത് ഇങ്ങനെയാണ് നിങ്ങളെ പറ്റി പറയുന്നത് എന്നുള്ളൊരു സാധനം കൊണ്ടുവരുന്നു ലാലേട്ടൻ. ആർക്കറിയാം, എനിക്കറിയില്ല അങ്ങനത്തെ സ്ട്രാറ്റജി. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരാള് രണ്ടാമത് കയറ്റി വൈൽഡ് കാർഡ് എൻട്രി പോലത്തെ അല്ലെങ്കിൽ അതന്നെ പറഞ്ഞു. അതുപോലെ രതീഷ് കഴിഞ്ഞ വർഷം രതീഷ് പോയിട്ട് രതീഷ് രണ്ടാമത് തിരിച്ചു പുറത്തേക്ക് വന്നിരുന്നു. അപ്പൊ അവര് പുറത്തിറക്കുന്ന കാര്യങ്ങൾ ഇവരോട് ഡിസ്കസ് അങ്ങനെ പറയാൻ പാടില്ല. അതങ്ങനെ പറയാൻ പാടില്ലാതെ അല്ലെങ്കിൽ ഒളിഞ്ഞും ഭാഗത്തും നിന്ന് ഇവര് പറയും എന്തെങ്കിലും ആവട്ടെ. ആ സമയത്ത് ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ മാറും. അതാ പറഞ്ഞ രേണുസുതിക്ക് ഇവിടുത്തെ ഒരു ഇത് അറിയുമ്പോ രേണുസുതി പിന്നെ കളി മാറ്റും, പ്ലേറ്റ് മാറ്റും. ഇപ്പൊ ജാസ്മിൻ കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ജാസ്മിൻ നല്ല രീതിയിൽ കളി മാറ്റി കളിച്ചു. ജാസ്മിനാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു കഴിഞ്ഞ വർഷം. ബെസ്റ്റ് ഞാൻ എപ്പോഴും പറയാൻ പറ്റും. ജാസ്മിൻ അവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അത്രയും അടിപൊളിയായിട്ട് ഗെയിം കളിച്ച ഒരാൾ അതിലുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക്. പിന്നെ ആര് പറഞ്ഞോ? അർജുനൊക്കെ എന്ത് മരവാഴയാണ്, ഇപ്പോഴും വെറും മരവാഴയാണ്. എന്തൊന്നായിരുന്നു അവൻ കളിച്ചത്? അവൻ എന്ത് ഗെയിം ലവ് ഇതാ അതാണ് അവന്റെ ഗെയിം. എവിടെ നേർക്ക് നിന്നിപ്പോ സംസാരിക്കുമായിരുന്നു, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവള്. പക്ഷെ എല്ലാവരും കൂടി ഒരു പ്രേമം ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ ആർക്കും വിഷമമില്ല, ഇപ്പൊ ആർക്കും വേദനയില്ലേ. ഈ പറയുന്ന ബിഗ് ബോസിലുള്ള സമയത്ത് എല്ലാവർക്കും ഭയങ്കര വേദനയായിരുന്നു, അവരുടെ സ്നേഹവും കാര്യങ്ങളും എന്തിനാവട്ടെ. ആ ഗെയിം ആയിരുന്നോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ആർക്കും വിഷമമില്ലേ? നിങ്ങളെന്താ പറയാത്തത്? അപ്പൊ അതിന് വിഷമമൊന്നുമില്ല ആർക്കും. അവരത് എന്താണ് കാണിക്കുന്നത്? മറ്റാണ് നൈസായിട്ട് വൈകുന്നേരം അത് വേറൊരു ടോപ്പിക്കാണ്. ഓൾറെഡി അവർക്ക് റിലേഷൻ കാണിച്ചത് ഗെയിമാണ്. ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോവുകയാണ്. ആ പോണ സമയത്ത് ആ സമയത്ത് അഭിനയിക്കാൻ പോണ സമയത്ത് പലവരുടെ ഭാര്യമാരുണ്ടായിരുന്നല്ലോ, ഫ്രഞ്ച് കിസ് അടിച്ചിട്ടുണ്ടാവും ഇല്ലേ അഭിനയിക്കാൻ പോണ സമയത്ത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് അഭിനയല്ല, ബിഗ് ബോസിനുള്ള ജീവിതം ഉണ്ടേണ്. ഗെയിം ആണെന്ന് പറയുന്നത് ജീവിതം ഒന്നും പറയുന്നുണ്ട്. അതല്ല, അവരുടെ റിയൽ ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ അവള് ഈ പറയുന്ന ഇപ്പൊ ഒരാളോട് എന്താ പറയാ ഒരു ബഹുമാനം തോന്നി അവരോട് വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞത് പ്രേമമാക്കി മാറ്റി അതൊക്കെ ചെയ്ത് മുന്നോട്ട് ഇപ്പൊ ശരി ഓക്കെ. ഇപ്പൊ എന്താണ് അവർക്ക് പോയെന്ന് വെച്ചിട്ട് അപ്പൊ അതൊക്കെ തന്നെയാണോന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്? എന്താണ് അതാണ് അവരുടെ കാര്യങ്ങൾ. ഇതേപോലത്തെ ഒളിഞ്ഞു നോട്ടം കാരണമാണ് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് കഴിഞ്ഞ ദിവസം കപ്പടിക്കാഞ്ഞത്. ഇതേപോലത്തെ ആളുകളെല്ലാം നെഗറ്റീവ് മനോഭാവം കാരണം. ബിഗ് ബോസ് സ്ട്രാറ്റജി ആവണം എങ്ങനെ? ബിഗ് ബോസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്ത് മറ്റുള്ളവരുടെ ഗെയിമും കളിച്ച് പൊളിച്ചടക്കി നിന്നതാണ് ജാസ്മിൻ. ജിൻഡോ ജയിച്ചതിനെ പറ്റി ഞാൻ എന്ത് പറയാ? ഞാൻ നന്നായിട്ട് കളിക്കുന്നവർ മൊത്തം ജയിക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി അതെന്ത് സ്ട്രാറ്റജി? എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പറഞ്ഞത് സിജോനോ മറ്റേ ജിൻഡോക്കാണ്. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ സഹതാവ് മൂത്ത് ഏറ്റവും സിജു ചോദിക്കണമായിരുന്നല്ലോ. സായിയൊക്കെ പുറത്തുനിന്നൊക്കെ പറഞ്ഞ് എന്ത് ഡയലോഗ് അടിച്ചിട്ട് സായിയൊക്കെ അകത്തേക്ക് പോയേ ഒരു പിണ്ണാക്കും ഉണ്ടാക്കിയില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അടിപൊളി കണ്ടന്റ് പോട്ടെ കാൻഡിഡേറ്റ് ഇവിടെ ജാസ്മിൻ ആയിരുന്നു. അവൾ തന്നെയാണ് ജയിക്കേണ്ടത്. പക്ഷെ പറ്റിയില്ല, ലക്കില്ല. അർജുനൊക്കെ ഒന്നും ഇല്ല. ഇതിൻ്റെ ഒക്കെ ഗുണമുണ്ട് ഇവർക്ക് കായികപരമായിട്ട് സ്പോർട്സ് എന്നുള്ള സാധനത്തിൽ കുറച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു വെച്ച്. അല്ലാതെ വേറൊരു കാര്യത്തിലും ജാസ്മിനൊന്നും വെട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മെയിൻ ഗെയിമിലായാലും എല്ലായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴുള്ളത്. പിന്നെ ആരാ നമുക്കിപ്പോ ഈ സീസണിനെ പറ്റി പറയാം. കഴിഞ്ഞാണല്ലോ. അപ്പൊ ഇനിയിപ്പോ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കില് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവരാനും നെക്സ്റ്റ് വീക്കില് ലാലേട്ടന്റെ ഒരു ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വീക്കില് ഇപ്പൊ ഒരാളെ വിറ്റ് ആയതിനു ശേഷമുള്ള ഇവരുടെ ഒരു ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കാണാനുള്ളത്. കാണാനൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിലുള്ളതിൽ ഒരു ബെസ്റ്റ് കണ്ടസ്റ്റന്റ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ജസീലായിട്ട് എനിക്ക് തോന്നിയത്. ജിസേൽ മറ്റേ അതുപോലെ സോറി എനിക്ക് പേര് നമ്മൾ കുറച്ച് ദിവസം കഴിയേണ്ടി വരും. ജിസേൽ ഈ ആര്യൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറൊക്കെ ഉണ്ട്, പുള്ളിയൊന്നും റെഡി ആയിട്ട് വന്നിട്ടില്ല. അതുപോലെ ഷാനവാസ് എന്നുള്ള പുള്ളി, പക്ഷെ പുള്ളിയുടെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് മൊത്തം ഈ പറഞ്ഞ പോലെ ഭയങ്കര തരികടയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മറ്റേ അക്ബറൊക്കെ ഗെയിം കളിച്ച് വരുന്ന ഒരു പക്ഷെ അവർക്ക് നമുക്ക് ആ ഒരു ഇത് കിട്ടും, നമുക്കൊരു ഇഷ്ടം തോന്നണ്ടേ പല ആളുകളോടും. അതിൽ ആ ഒരു ഇഷ്ടം തോന്നാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ആ പ്രായം കുറഞ്ഞൊരു പെങ്കൊച്ച് പേരെന്താണ്, രഹന ഫാത്തിമ എന്നല്ല നിങ്ങൾ എന്നോട് തെറ്റിക്കില്ല പേര് ഞാൻ മറന്നുപോയി. രഹന ഫാത്തിമ അല്ല അതെ രഹന ഫാത്തിമയാണ്. അതുപോലെ തന്നെ അതുള്ള പിന്നെ മറ്റേ ആങ്കർ ഇല്ലേ വേറൊരു നെവിൻ അവൻ അടിപൊളിയാണ്. അവൻ നല്ല രസമുണ്ട്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പക്ഷെ അവനൊക്കെ ആംബിയർ ഉണ്ടോന്ന് എനിക്കറിയില്ല.
എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് മറ്റേ നമ്മുടെ റിയാസ് സലീമിനെ എനിക്ക് ഈ പ്രാവശ്യം തോന്നുന്നു വൈൽഡ് കാർഡ് എൻട്രി അടിക്കാനേ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിലൊന്നും ആരും ഒന്നും ഒരു മാണിക്യം എന്ന് പറയാനായിട്ട് ഒരാളെ നമുക്ക് കിട്ടുന്നില്ല. വൈൽഡ് കാർഡ് എൻട്രി ആരാന്നറിയാതെ നമ്മളെങ്ങനെ പറയും? മാണിക്യം അതാ ഞാൻ പറഞ്ഞത്, മാണിക്യമായിട്ട് ഒരാൾ പോലും ബിഗ് ബോസ് എൻട്രിയിൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ ഈ പറഞ്ഞ അനുമോള്, ഈ പറഞ്ഞ എന്താണ് രേണുസുതി, അതുപോലെ തന്നെ മറ്റേ അപ്പാനി രവി, രതീഷ്, ഷാനവാസ്, അക്ബർ, ഇതൊക്കെ ഒരു രതീഷല്ല അഭിലാഷ്, അനീഷ്, ഇതൊക്കെയാണ് ഒരു മാണിക്യം ഇല്ല. ഞാൻ പറഞ്ഞു ജാസ്മിൻ ആണെങ്കിൽ ഉണ്ടായിരുന്നു, അതില് മറ്റേ ഇവനുണ്ടായിരുന്നു, ഗബ്രി ഉണ്ടായിരുന്നു, അതുപോലെ അർജുൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേന്. അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ മറ്റേ ശ്രീതു ഉണ്ടായിരുന്നു, അതുപോലെ മറ്റേ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇതിലുള്ളത്. പിന്നെ ഒരു ഉണ്ടായിരുന്നു നോറ, മറ്റൊരു മറിച്ചവരൊക്കെ ഉണ്ട്. അതിൽ ആകെ അലമ്പായത് എനിക്ക് ആ വൈൽഡ് കാർഡ് എൻട്രി കയറിയ തായി, പൂജയൊക്കെ ആണെങ്കിൽ ഗെയിം കളിച്ചിട്ട് എന്തെന്നാണ് എനിക്കറിയാൻ പോലും പാടില്ല. അത് പിന്നെ അതുപോലെ നന്ദന, പിന്നെ ഇത്രയും കൂടി ഇവളായിട്ട് മുട്ടാൻ നിന്നു. പക്ഷെ നടപടി ഉണ്ടായിരുന്നില്ല. ജാസ്മിനായിട്ട് മുട്ടാൻ നിന്നത് ഒക്കെ വെറുതെ ആയിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കില് ആരാകും പുറത്താകുക എന്നുള്ളതല്ല, അത് നമുക്ക് നാളെ ചെയ്യാലോ. അല്ല അതുകൊണ്ടല്ല, ഇന്നലെ കഴിഞ്ഞു. അപ്പൊ ജോവാക്കറുടെ ഒരു പ്രഡിക്ഷൻ, ഞാൻ എന്റെ പ്രഡിക്ഷൻ പറയാം, ജോവാക്കറുടെ പ്രഡിക്ഷൻ പറയാം. നെക്സ്റ്റ് വീക്കില് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു അടുത്ത വീക്കില്. അതിന്റെ അടുത്ത വീക്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത വീക്കിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതാണ് അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ഇതില് അല്ലേ, ശൈത്യ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പിന്നെ ആ പുള്ളിക്ക് ചിലപ്പോൾ കയറി വരാൻ ചാൻസ്, പക്ഷെ എന്നാൽ പോലും നമുക്കൊരു മാണിക്യം കിട്ടിയിട്ടില്ല ബിഗ് ബോസിൽ. ഈ പറഞ്ഞ പോലെ രേണുസുതി പോകില്ല, എനിക്ക് പനി അടിച്ചു പോകാൻ ചാൻസ്. പനി പക്ഷെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ മറ്റവനെ എല്ലാവരും കൂടി അവനെ ഇതാക്കിയാണ്. പക്ഷെ എപ്പോഴും ഈ വോട്ട് എന്നുള്ള സംഭവം നിൽക്കും, ആര് പോകുന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോ നല്ലത് അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നാളെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.